പോലീസിന്റെ കൺമുന്നിലൂടെയാണ് അച്ഛനും മകനുമായ രണ്ട് കുപ്രസിദ്ധ കുറ്റവാളികൾ ചാടിപ്പോയത്. അതും കൈവിലങ്ങുമായി. മണിക്കൂറുകൾ 42 കഴിഞ്ഞിട്ടും പ്രതികളെ കണ്ടെത്താനാകാതെ ഇരുട്ടിൽ തപ്പുകയാണ് നിലവിൽ പോലീസ്. നെടുമങ്ങാട് സ്വദേശി അയ്യൂബ് ഖാൻ, മകൻ സെയ്ദ് അലവി എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. പ്രതികൾ ഉടൻ പിടിയിലാകുമെന്നതിനപ്പുറം ഒരു സൂചന പോലും പോലീസിനില്ലെന്ന് വേണം കരുതാൻ. കഴിഞ്ഞയാഴ്ച പാലോട് കട കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കേസിലാണ് അച്ഛനും മകനുമായ പ്രതികൾ പിടിയിലാകുന്നത്. കടകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തിയ ശേഷം പ്രതികൾ ജില്ല വിട്ടു. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലാണ് പ്രതികൾ ഒളിവിൽ കഴിഞ്ഞത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികൾ കസ്റ്റഡിയിലാകുന്നത്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് പിടികൂടിക്കൊണ്ടുവരുന്നതിനിടെയാണ് രക്ഷപ്പെട്ടത്. കൊല്ലം കടയ്ക്കൽ ചുണ്ട ചെറുകുളത്തെത്തിയപ്പോൾ വിശ്രമത്തിനു വേണ്ടി വാഹനം നിർത്തി. മൂത്രമൊഴിക്കാനായി പുറത്തിറങ്ങിയപ്പോൾ പ്രതികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇന്നലെ പുലർച്ചെ 4 മണിയോടെയാണ് സംഭവമുണ്ടായത്. പാലോട് പോലീസും കടയ്ക്കൽ പോലീസും പ്രദേശത്ത് തിരച്ചിൽ നടത്തുന്നുണ്ട്. കൈവിലങ്ങിട്ട് ഓടിയതിനാൽ കൂടുതൽ ദൂരത്തേക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ലെന്ന നിഗമനത്തിലാണ് പോലീസ്. എന്നാൽ കൗശലക്കാരായ പ്രതികൾ കൈവിലങ്ങുകൾ മുറിച്ച് രക്ഷപ്പെടുമെന്ന് പോലീസിന് ആശങ്കയുണ്ട്. അയ്യൂബ് ഖാനും മകൻ സെയ്ദ് അലവിയും തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ടയിലും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രതികളെ സഹായിക്കരുതെന്ന് പോലീസ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രതികൾക്കുവേണ്ടി ഡ്രോൺ ഉപയോഗിച്ച് പോലീസ് പരിശോധന നടത്തുകയാണ്. പോലീസ് നായയെ ഉപയോഗിച്ചും പരിശോധന നടത്തുന്നുണ്ട്. രാത്രി ഏറെ വൈകിയും തിരച്ചിൽ തുടർന്നു. ഇന്ന് കൂടുതൽ പോലീസ് എത്തി മറ്റു സ്ഥലങ്ങളിലേക്കും തിരച്ചിൽ ആരംഭിച്ചു. 24 മണിക്കൂറിലധികം വെള്ളവും ഭക്ഷണവും ലഭിക്കാതെ പ്രതികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇതിനാൽ പ്രതികൾ പോലീസിൽ കീഴടങ്ങാനും സാധ്യതയുണ്ട്. രാത്രി ഏറെ വൈകിയും തിരച്ചിൽ തുടരുകയാണ്. റിപ്പോർട്ടർ, കൊല്ലം.